കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈഞ്ഞരമ്പ് മുറിച്ച് കൂട്ടിരിപ്പുകാരന്റെ പരാക്രമം. ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ അനുവദിച്ചില്ല എന്നാരോപിച്ചാണ് ഞരമ്പ് മുറിച്ചത്. ഇയാൾ ലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സെക്യൂരിറ്റിക്കാരോട് ഇയാൾ തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കാണാം. ശരത് എസ് വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്, എന്താണ് ഈ അക്രമത്തിന് ഇയാളെ പ്രേരിപ്പിച്ചത്? മാധു, അതായത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ പരാക്രമം ഉണ്ടായത്. അതായത് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച് കിടക്കുകയായിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയാണ് യുവാവ് എത്തുന്നത്. പിന്നീട് പാസ് ഇല്ലാത്തതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാർ ഇയാളെ തടഞ്ഞു വെക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു ബൈസ്റ്റാൻഡർ ഓൾറെഡി ഈ രോഗിക്കൊപ്പം ഉണ്ടായിരുന്നു, ഭാര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു, അവരുടെ ഉമ്മ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ അനുവദിക്കാറില്ല സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിനകത്തേക്ക്. ഒപ്പം പാസ് ഉണ്ടെങ്കിൽ അനുവദിക്കാറുമുണ്ട്. പക്ഷേ പാസ് ഇല്ലാതെ എത്തിയ യുവാവിനെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞതോടുകൂടി തന്നെ യുവാവ് അവിടെ വെച്ച് പരാക്രമം നടത്തുകയായിരുന്നു. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതായത് കയ്യിലൊരു ബ്ലേഡുമായി എത്തിയാണ് യുവാവ് ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരോട് തർക്കിക്കുന്നത്. പലതവണ താൻ ഞരമ്പ് മുറിക്കും, കഴുത്തു മുറിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷേ പിന്നീട് കൈയിന്റെ ഞരമ്പ് മുറിക്കുന്ന കാഴ്ച കൂടി, അതായത് അതിന്റെ മുമ്പ് മൊബൈൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, കയ്യിൽ ഇത്തരത്തിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു മുറിക്കുന്നുണ്ട്. മാത്രമല്ല, രക്തം വാർന്ന നിലയിൽ ദീർഘനേരം അവിടെ നിന്ന് ബഹളമുണ്ടാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ തർക്കിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാർ തന്നെയാണ് പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തിയെങ്കിലും യുവാവ് ഇത്തരത്തിൽ തിരിച്ചു പോകാൻ തയ്യാറായില്ല. പിന്നീട് പോലീസ് കൂടി ഇടപെട്ട് ഇയാളെ ഇത്തരത്തിൽ ഭാര്യയെ കാണാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്ത്രീകളുടെ ഒക്കെ തന്നെ കൂട്ടിരിപ്പുകാരും വലിയ രീതിയിൽ തർക്കിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ രക്തം വാർന്ന യുവാവിനെയും കൊണ്ട് ഇത്തരം വാർഡുകളിലേക്കും തന്നെ കയറരുത് എന്ന രീതിയിലൊക്കെ തന്നെ ആളുകൾ വലിയ തർക്കത്തിലേക്ക് എത്തി. എന്തായാലും വലിയ പരാക്രമം തന്നെയാണ് യുവാവ് നടത്തിയത്. ലഹരിയിലാണോ എന്നുള്ള സംശയം കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. കൈയിന്റെ ഞരമ്പ് ഇത്തരത്തിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് ഭാര്യയെ കാണണം, തനിക്ക് ഭാര്യയെ കാണണം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. രക്തം വാർന്ന നിലയിലായിരുന്നു യുവാവ് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു പരാക്രമം നടത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നമുക്കിത് കാണുകയും ചെയ്യാം. ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് ഭാര്യയും കുഞ്ഞിനെയും കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാക്രമം കാണിച്ചത്. ലഹരിയുടെ അടിമയായിരുന്നു ഇയാളെന്ന് കൂടിയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്.